ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മളെവിടെ പോവാ? നമ്മൾ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുവാണ്. കോട്ട റെയിൽവേ സ്റ്റേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി വന്നത് വീട്ടിൽ നിന്ന് 1 മണി 1:30 ആയപ്പോൾ ഇറങ്ങി. നമ്മളൊരു 3:15 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. 3:50 ട്രെയിൻ പോകാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ട്രെയിൻ കുറേ ലേറ്റായിരുന്നു. കറക്റ്റ് എത്ര മണിക്കൂറാണെന്ന് പറയാൻ ഓർമ്മയില്ല, അത്രയും ലേറ്റായിരുന്നു. ഇപ്പം നമ്മൾ ചായ കുടിക്കാൻ കയറിയതാണ്. ഇന്ന് നമ്മൾ നാട്ടിൽ പോവാണ്. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടേ ഉള്ളേ. നമ്മളിന്ന് ഏത് റെയിൽവേ സ്റ്റേഷനാ ഇത്? നമ്മുടെ സ്വന്തം റെയിൽവേ സ്റ്റേഷൻ. പേരെന്തുവാ? കോട്ട റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഇന്നപ്പം ഇപ്പൊ സമയം വെളുപ്പിനെ 3:30. തണുപ്പ് കൂൾ ഗൈസ്, പുതിയ സ്റ്റൈലാണ് ഗൈസ്. മുറിക്കുള്ളിൽ ചീത്തയാണ് പുഴുകാണ്. അപ്പം നമ്മൾ നാട്ടിൽ പോവാണ് ഗൈസ്. ട്രെയിൻ വന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്കായിരുന്നു. വണ്ടിയിൽ കയറാനുള്ള തിരക്ക് നമുക്ക് നല്ല തിരക്കായിരുന്നു. കാരണം സാധനങ്ങൾ എടുത്തു വെക്കണം, കുഞ്ഞു അങ്ങോട്ടെങ്കിലും ചാടിപ്പോവാതെ പിടിക്കണം, പിന്നെ എനിക്ക് സ്വന്തമായിട്ട് കയറണം, പിന്നെ നമ്മുടെ സീറ്റ് കണ്ടുപിടിക്കണം. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പിന്നെ തണുപ്പ് പറയാൻ വയ്യ, അത്രയ്ക്ക് തണുപ്പായിരുന്നു. നമ്മൾ നാട്ടിലോട്ട് പോകുന്ന സമയത്ത് അൺസഹിക്കബിൾ തണുപ്പില്ലേ, അതിൻ്റെ അപ്പുറത്തെ തണുപ്പായിരുന്നു. ഞാൻ പുതച്ചിരിക്കുന്നതൊക്കെ കണ്ടല്ലോ അല്ലേ. ഇത് കുഞ്ഞുവിന് ട്രെയിനിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്സാണ്. ഇവരൊരു ഗോവയ്ക്ക് പോകാൻ വേണ്ടിയുള്ള ടീമാണ്. ഒരു 4-5 പേരോ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഇരുന്നത്. കുഞ്ഞോ പിന്നെ എവിടെ ചെന്നാലും ആരുമായിട്ടും കമ്പനി ആവുമല്ലോ. അങ്ങനെ ഹിന്ദിക്കാരെങ്കിൽ ഹിന്ദിക്കാർ, മലയാളികളെങ്കിൽ മലയാളികൾ. കുഞ്ഞു അവരെ എന്തൊക്കെയോ പറഞ്ഞ് വീഴ്ത്തി. അവസാനം കുഞ്ഞുവരും കൂടെ വേറെ ലെവലിലുള്ള ഫ്രണ്ട്ഷിപ്പായിപ്പോയി. ഗോവയിൽ അവർ ഇറങ്ങിപ്പോയപ്പം കുഞ്ഞുവിനെയും കൂടെ ഇറക്കി വിടണം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം അത്രയ്ക്ക് ചങ്ക്സ് ആയിരുന്നു. അപ്പോൾ കുഞ്ഞു ട്രെയിനിൽ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ സൈഡിലിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ആ സീറ്റിലിരുന്ന ബോയ്സ് എല്ലാവരും എണീറ്റ് പോയി. അവരെല്ലാവരും എണീറ്റ് അപ്പുറത്ത് അവിടെ ഡോറില്ലേ, അതിൻ്റെ ആ എൻട്രി പോർഷനില്ലേ, അവിടെയൊക്കെ നിന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുക. അവരവിടെ ഇരിക്കാറേ ഇല്ല. അവരാകെ ഒരു 10 മിനിറ്റ് അവിടെ വന്നിരിക്കും, എന്നിട്ട് എണീറ്റ് പോകും. ഫുൾ ടൈം അവർ ആ സൈഡിൽ തന്നെ ആയിരിക്കും. നമുക്കതുകൊണ്ട് ഫുൾ ഫ്രീ ആയിരുന്നു അവിടെ. പിന്നെ അവർ വന്നപ്പോൾ കുഞ്ഞു എണീറ്റ് കൊടുക്കുകയാണ് കേട്ടോ. കുഞ്ഞിൻ്റെ സ്ഥലം അതല്ലല്ലോ, അത് അവരുടെ സ്ഥലമല്ലേ. അപ്പോൾ കുഞ്ഞു എണീറ്റ് കൊടുക്കുകയാണ്. പുള്ളി ചോദിച്ചിരിക്കണമെന്ന്. അങ്ങനെ വേണം. കുഞ്ഞിൻ്റെ കയ്യിലായിരിക്കുന്ന ഗ്രീൻ കളർ സാധനമില്ലേ, കുഞ്ഞ് ബോക്സ്, അതാണ് കുഞ്ഞിൻ്റെ ഫോൺ കേട്ടോ. കുഞ്ഞു അത് ഫോണായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോട്ടോ എടുക്കാനും കോൾ ചെയ്യാനും എല്ലാം അതാണ് കുഞ്ഞു ഉപയോഗിക്കുന്നത്. അത് ശരിക്കും കുഞ്ഞിൻ്റെ ചോക്ക് ഇട്ട് വെക്കുന്ന ബോക്സാണ്. ചോക്കില്ലേ, എഴുതുന്ന ചോക്ക്, അതിട്ട് വെക്കുന്ന ബോക്സാണ്. കുഞ്ഞു പക്ഷേ അത് കളിപ്പാട്ടത്തിന്, ഫോൺ കളിപ്പാട്ടമായിട്ട് ഉപയോഗിക്കുകയാണ്. പിന്നെ ഞങ്ങൾ മറ്റേ വടാപ്പാവൊക്കെ കഴിച്ചു. വടാപ്പാവ് എപ്പോഴും വാങ്ങിക്കും കേട്ടോ. നല്ല ക്ലീനായിട്ട് ആണെങ്കിൽ മാത്രമേ വാങ്ങിക്കുള്ളൂ. പിന്നെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അറിയാമല്ലോ, എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അന്ന് ഞങ്ങൾ ഒരുമാതിരി വൃത്തികെട്ട സമയത്തായിരുന്നു കയറിയത്. അതായത് വെളുപ്പിനെ അല്ലേ പോയത്. അപ്പോൾ നമ്മൾ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ വെളുപ്പിനെ നമുക്ക് അവിടെ ചെന്ന് കയറാൻ പറ്റും. ഇവിടുന്ന് കുറേ ദൂരം ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ. അപ്പോൾ അതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കിക്കൊണ്ട് പോകാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് വന്നതല്ല, ഫുഡില്ലാണ്ട് കുറച്ച് ബുദ്ധിമുട്ടി. പറ്റുന്ന ഫുഡൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാം. പിന്നെ വടാപ്പാവ് വേണ്ട നമ്മൾ വാങ്ങിക്കാതിരിക്കത്തില്ലല്ലോ, ശീലമായിപ്പോയി.
പിന്നെ ഇങ്ങനെ കാഴ്ചയൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് ട്രെയിനിലിരുന്ന് ഇങ്ങനെ ഇവിടുന്ന് രാജസ്ഥാനിൽ നിന്ന്. നമ്മൾ ആക്ച്വലി രാജസ്ഥാനിലാണ് ഉള്ളത്, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഞാൻ പിന്നെ പറഞ്ഞിട്ടില്ല, ആദ്യം എപ്പോഴും പറഞ്ഞിട്ടേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞിരുന്നോളൂ. നമ്മൾ രാജസ്ഥാനിലാണുള്ളത്, രാജസ്ഥാനിൽ കോട്ടയിലാണുള്ളത്. കോട്ടയിൽ നിന്നാണ് നമ്മൾ കേരളത്തിലോട്ട് പോകുന്നത്. ഇതതിൻ്റെ ഇടയ്ക്കുള്ള ഏതോ ഒരു സ്ഥലമാണ്, എവിടെയാണെന്നൊന്നും കറക്റ്റായിട്ട് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ഭംഗിയുള്ള, എനിക്ക് തോന്നുന്നു ഗോവ, ആ ഒരു ഗോവയ്ക്ക് മുമ്പുള്ള അങ്ങനെ എന്തോ ഒരു സൈഡാണ്, മഹാരാഷ്ട്ര സൈഡാണോ അതോ ഗുജറാത്താണോ എന്ന് എനിക്ക് കറക്റ്റ് പറയാൻ അറിയത്തില്ല കേട്ടോ. ഞാൻ ഓർത്തില്ല. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കാണിച്ചു തരാം, ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ നല്ല ഭംഗിയാണ് ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴി ഇങ്ങനെ ട്രെയിനിലിരുന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. നിങ്ങൾ ട്രെയിനിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നും പറഞ്ഞ് പോയിട്ടില്ലാത്തവരുണ്ട് കേട്ടോ. ട്രെയിനിലിങ്ങനെ ദൂരെയൊന്നും ഒരുപാട് ദൂരയാത്രകളൊന്നും പോയിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്, അതെനിക്കറിയാം. എൻ്റെ പേഴ്സണലി എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കിതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമായിരിക്കും. കാരണം ഞാൻ മുമ്പ് എങ്ങും പോയിട്ടില്ലാത്ത സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ എടുത്തില്ലേ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നല്ലേ നമുക്ക് കാണാൻ പറ്റൂ എന്നോർത്ത് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ കിട്ടിയ ചാൻസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തോ പണി നടക്കുകയാണ്, എനിക്ക് തോന്നുന്നു പുതിയ ട്രെയിൻ പാളം വരുന്നതിൻ്റെ വല്ലതും ആണോ അതോ റോഡ് പണിയാണോ എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല പറഞ്ഞു തരാൻ. പിന്നെ നല്ല ഭംഗിയുള്ള ആയതുകൊണ്ട് നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചെടുത്തതാണ്. ലാഗൊന്നും ആവത്തില്ലായിരിക്കുമല്ലോ അല്ലേ. പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം തന്നെയാണ് എപ്പോഴും. ഓക്കെ. ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് പോകുമ്പം ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തതാണ്. ഇത്തവണ എന്തായാലും ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം, ബാഗ് പാക്കിങ് എടുക്കണം, അങ്ങനെ ഭയങ്കര ഹെവി പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. പെട്ടെന്നായിരുന്നു പോകുന്നത് തീരുമാനിച്ചത്. അതായത് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ, അപ്പോൾ കുഞ്ഞിന് വെക്കേഷനും കൂടെ ആയിരുന്നു. അപ്പം ശരിക്കും ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നാട്ടിൽ പോയത് വെറും ഒരാഴ്ചത്തേക്ക് പോയതായിരുന്നു. അപ്പോൾ തിരക്ക് മനസ്സിലാവുമല്ലോ, ഈ കുറേ നാൾ കൂടിയിരുന്നൊക്കെ നാട്ടിൽ പോകുന്നവരുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ ശോകമായിരിക്കും. അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയി തികയ്ക്കാൻ തന്നെ പെട്ട പാട്. അമ്മയും അച്ഛനെ നല്ലതുപോലെ ഒന്ന് കണ്ടത് തന്നെ വലിയ കാര്യം. അതുപോലും പറ്റിയില്ലായിരുന്നു, അത്രയ്ക്ക് സമയമില്ല. നമ്മൾ 100 കാര്യങ്ങളുമായിട്ടായിരിക്കും ഒരാഴ്ചത്തേക്ക് പോകുന്നത്. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ ഒരു പ്ലാനിങ്സും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം നാട്ടിൽ പോയാലോ എന്ന് വിചാരിച്ച് പോയതാണ്. ശരിക്കും പറഞ്ഞാൽ ചേട്ടായി ശബരിമലയിൽ പോകാൻ വേണ്ടിയാണ് നാട്ടിൽ വരുന്നത്. അപ്പം ഞങ്ങളും കൂടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൂടെ വന്നതാണ്. വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് 2 കാരണമാണുള്ളത്. ഞങ്ങളിപ്പോൾ ഓണത്തിന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം പോകാനൊരു പ്ലാനും ഇല്ലായിരുന്നു. പക്ഷേ അത്യാവശ്യമായിട്ട് വന്ന് ചെയ്യേണ്ട 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എൻ്റെ അച്ഛന് സുഖമില്ലാണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് അച്ഛന് തൊണ്ടയ്ക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ടോൺസിൽ ഗ്രോത്തായിട്ട് അതിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ദിവസം അവിടെ നിന്നിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് അച്ഛനപ്പോൾ സുഖമില്ലാണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ ബയോപ്സിയുടെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. അച്ഛൻ അവിടെ RCCയിൽ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മോക്കും കുഞ്ഞിനും അച്ഛനെ കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോയി കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇപ്പം പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ പോയത്. പിന്നെ എൻ്റെ ബ്രദറുണ്ട്. അപ്പോൾ ബ്രദറെന്ന് വെച്ചാൽ വല്യച്ഛൻ്റെ മോനാണ്. പക്ഷേ ഞങ്ങൾ സെയിം ഏജാണ്. അവൻ ഞങ്ങളുടെ കൂടെ തന്നെയാണ്, ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നതാണ്. അപ്പം അവന് സുഖമില്ലാണ്ടിരിക്കുവാണ്. അവനും ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അവനും RCCയിലെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അവനെ കാണണമായിരുന്നു. ഇതായിരുന്നു എൻ്റെ നാട്ടിലോട്ട് വരവിൻ്റെ പ്രധാനമായിട്ടുള്ള 2 ഉദ്ദേശം. അച്ഛനെയും ബ്രദറിനെയും കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനും മോളും വന്നത്. മോൾക്ക് അതിന് മുമ്പ് തൊട്ടേ വെക്കേഷനായിരുന്നു ഇവിടെ. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവനെ ഒന്ന് കാണണമായിരുന്നു, അച്ഛനെയും കാണണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്നൊരു വരവില്ലായിരുന്നു. ആ ഒരു കാര്യമാണ് മെയിനായിട്ട് നാട്ടിൽ വന്നത്. വന്നു കഴിഞ്ഞാൽ അധിക ദിവസം നിൽക്കാനും പ്ലാനില്ലായിരുന്നു. അപ്പം പിന്നെ പെട്ടെന്ന് വന്ന് പോരുക, അത്രേ ഉള്ളൂ. വെറും ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇപ്രാവശ്യം നാട്ടിൽ വന്നത്. അതുകൊണ്ട് തന്നെ പോവാമെന്ന് പറഞ്ഞു, പെട്ടെന്ന് പാക്ക് ചെയ്തു, റെഡിയായി, വീട്ടിലെത്തി. അതിൻ്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൈൻഡിൽ വന്നതുകൊണ്ട് തന്നെ
അതൊന്നും ഓർത്തില്ല, പെട്ടെന്ന് പോവാമെന്ന് പറഞ്ഞു, അങ്ങനെ അങ്ങ് പോരുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയ വീഡിയോ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ശരിക്കും ഞാൻ ഈ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ ഞാൻ ഈ കാഴ്ച കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇത് വെറുതെ ബോറടിച്ചിരുന്ന് കാണേണ്ടി വരും. അത്യാവശ്യം എൻ്റെ സംസാരം ബോറടിപ്പിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടെങ്കിൽ സോറി, ക്ഷമിക്കുക, കമൻറ്റ് ഇടണമേ. ഞാനിങ്ങനെ നോർമലി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അപ്പം ഞാൻ ഈ വ്യൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത്. ആ പോകുന്ന സ്ഥലമില്ലേ, ആ സ്ഥലത്തിന്റെ വീഡിയോ എടുക്കാനാ. ഹായ് ബോലോ, ഹായ് ബോലോ. हाय सूरज भाई, ब्लॉगिंग हो रही है। हेलो सूरज, वेलकम टू टू यूट्यूब चैनल. ഹലോ, പാട ജാറി പോകുന്നു. ട്രെയിൻ വന്നേ ഒന്ന്. സോറി ഗൈസ്, നിങ്ങൾ ക്ഷമിക്കണം ഗൈസ്, ഇത് കുഞ്ഞുവിൻ്റെ വീഡിയോ ആണ് ഗൈസ്. ആ ഒരു സീൻ മിസ്സാവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് കേട്ടോ. പിന്നെ ഇത് അവിടെ ഒരു കോളേജിലെ സാറായിരുന്നു. സാറും സാറിൻ്റെ കുറച്ച് സ്റ്റുഡൻസും ട്രെയിനിലുണ്ടായിരുന്നു. അവർ IV കഴിഞ്ഞിട്ട് വരുമായിരുന്നു. സാറ് ഇങ്ങനെ എല്ലാവരെയും ചെസ് ബോർഡുമായിട്ട് നടന്നിട്ട് പിടിച്ചിരുത്തി കളിപ്പിക്കും, എന്നിട്ട് അവസാനം അവരെ തോൽപ്പിക്കും. അങ്ങനെ നല്ല രസമായിരുന്നു, നല്ല ടൈം പാസ്സായിരുന്നു. കുറേ സമയം ഉണ്ടായിരുന്നു, രാത്രി നല്ല ലേറ്റ് നൈറ്റ് വരെ ഇരുന്ന് എല്ലാവരും കളിച്ചു. ഒരാൾ തോക്കുമ്പോൾ അടുത്ത ആൾ, ഹിന്ദിക്കാരൊക്കെ പറഞ്ഞ് ഞങ്ങൾ ജയിക്കും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്ന് ഓരോരുത്തർ മാറി മാറിയിരുന്നു. പക്ഷേ നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു എന്ന് തന്നെ പറയാം. സൂപ്പറായിരുന്നു, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ട്രെയിൻ യാത്രക്കിടെ ഇങ്ങനൊരു ചെസ്സ് കളി മീറ്റ് ചെയ്യുന്നത്. എനിക്ക് നല്ല പേടിയാണ് ചെസ്സ് കളിക്കാൻ, അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയതേ ഇല്ല. ഞാൻ അവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു ഗൈസ്, എന്നെക്കൊണ്ട് അതേ പറ്റുള്ളൂ ഗൈസ്, അതുകൊണ്ടാണ്. അങ്ങനെ ഈ ചെസ്സ് കളി നടക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ അച്ചായിക്കും കുഞ്ഞിനും ഉറക്കം വന്നു. അങ്ങനെ അവർ രണ്ടുപേരും മേലിൽ കയറി കിടന്ന് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഞാനിവരൊക്കെ എണീറ്റ് പോയാലല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റും. എൻ്റേത് മിഡിൽ ബർത്ത് ആയിരുന്നു. ആക്ച്വലി നമ്മുടെ സീറ്റ് കൺഫേം ഒന്നും അല്ലായിരുന്നു. നമ്മൾ കയറുമ്പോൾ നമ്മളെ ആ ഗോവയ്ക്ക് വന്ന ടീമില്ലേ, അവരിൽ ഒരാൾ വരാത്തത് കൊണ്ട് ഇരുന്നോ, അഡ്ജസ്റ്റ് ചെയ്തിരുന്നോ എന്ന് പറഞ്ഞു. അവർ പിന്നെ അവിടെ ഇരുന്നില്ല. അത് ശരിക്കും നമ്മുടെ സീറ്റ് പോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്, കാരണം അവരത് ഉപയോഗിക്കുന്നില്ലല്ലോ. പിന്നെ നമ്മൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ, പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതായത് അങ്ങനെ നമ്മുടെ സീറ്റല്ല എന്നൊരു തോന്നലൊന്നുമില്ലായിരുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ സീറ്റ് ഫുള്ള് കാലി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോവുമായിരുന്നു. കുഞ്ഞുവിനെ ട്രെയിനിൽ നിന്ന് ഇഷ്ടം പോലെ ഫ്രണ്ട്സിനെ കിട്ടി. അതിൻ്റെ കൂടെ ഒരു മലയാളിയെ കിട്ടി കേട്ടോ. അവൻ്റെ പേര് ഗോപികൃഷ്ണൻ എന്നാണ്. കുഞ്ഞു അവനെ ഗോവയെന്നാണ് വിളിക്കുന്നത്. അവന് വരാൻ നേരം കുഞ്ഞു ഭയങ്കര കമ്പനിയായിരുന്നു. വരാൻ നേരം കുഞ്ഞു സ്വന്തം നമ്പറൊക്കെ കൊടുത്തിട്ടാണ് വന്നത്, ഫോൺ നമ്പർ. അവൾക്ക് കുഞ്ഞിന് അച്ചായുടെ നമ്പർ കാണാതെ അറിയാം കേട്ടോ, ഫുൾ കാണാതെ പറയാനറിയാം. അവനെടുത്ത് പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം, നീ എന്നെ വീഡിയോ കോൾ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. നീ എന്നൊക്കെ വിളിക്കുന്നെങ്കിൽ അവളെക്കാട്ടി ഒരുപാട് മൂത്തയാണേ. അവൾ കുറച്ച് പ്രായത്തിന് മൂത്തയാണെങ്കിലും എല്ലാവരെയും അത്യാവശ്യം നീ എന്നൊക്കെ വിളിക്കും, നമ്മളൊക്കെ വിളിക്കുന്നത് കേട്ടിട്ട്. അത് പ്രശ്നമില്ലാത്തവരും ഓക്കെ പറയും, പ്രശ്നമുള്ളവരെ അവർ പറയുമ്പോൾ നമ്മൾ മാറ്റിയിട്ട്. അങ്ങനെ ആമ്പിള്ളേരാരും പറയാറില്ല. പിന്നെ ചില ഈ കുഞ്ഞുങ്ങളാണെന്ന് മനസ്സിലാക്കാത്ത കുറേ അമ്മമ്മമാരുണ്ടല്ലോ, അവരൊക്കെ പറയാറുണ്ട്, ചിലപ്പം ഇങ്ങനെ പറയാറുണ്ട്. അത് പക്ഷെ നമ്മൾ കാര്യമാക്കാറില്ല. വിളിക്കുന്നവർക്ക് പ്രശ്നമില്ല, കേൾക്കുന്നവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമുക്കെന്ത് പ്രശ്നം? വളരുമ്പോൾ എന്തായാലും അവരതിനനുസരിച്ച് മാനേഴ്സിൽ ജീവിച്ചോളും. അപ്പം നമ്മൾ കുഞ്ഞിലേ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കണം ഇങ്ങനെ വിളിക്കണം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. കുഞ്ഞിനും പ്രശ്നമില്ല, ഗോപിക്കും പ്രശ്നമില്ല. ഇതാണ് നമ്മുടെ ഗോപികൃഷ്ണൻ, കുഞ്ഞുൻ്റെ ഗോവ. കുഞ്ഞുമില്ലേ, ആ ദിവസം നമ്പർ കൊടുത്തിട്ട് പോരുന്നു, അവൻ ഇതുവരെ മെസ്സേജ് അയച്ചില്ല. കുഞ്ഞു അന്ന് തൊട്ട് ഇന്ന് വരെ ഡെയിലി ചോദിക്കുന്നുണ്ട്, ഗോവ എന്താ മെസ്സേജ് അയക്കാത്തേ, ഗോവ എന്താ വിളിക്കാത്തതെന്നും പറഞ്ഞിട്ട്. ഗോവയും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഗോവയ്ക്ക് വേണ്ടി പ്രത്യേക ഷോർട്സ് ഞാൻ ഇടുന്നുണ്ട് കാണാൻ വേണ്ടി കേട്ടോ. കുഞ്ഞിനെന്തെങ്കിലും പറയാനുണ്ടോ ഗോവയോട്? ഗോവയല്ല, ഗോപികൃഷ്ണൻ. കുഞ്ഞു മാറി കേട്ടോ, പേരൊക്കെ പഠിച്ചു, മാറ്റി പറഞ്ഞു. ഗോപികൃഷ്ണൻ എന്നുള്ള പേര് കുഞ്ഞിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആദ്യമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കും ഇതുവരെ മെസ്സേജ് അയച്ചാലേ ഞാൻ മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞ്. പക്ഷേ ഒത്തിരി നാളായിട്ട് മെസ്സേജ് കൊടുത്തു. കണ്ടോ, പരാതി പറയുന്ന കേട്ടോ. അപ്പം കേട്ടോ ഗോപികൃഷ്ണ, അവൻ തിരക്കിലായിരിക്കും, അത് വേറെ കാര്യം. എന്തായാലും നല്ല ഫ്രണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രണ്ടെന്ന് വെച്ചാൽ കറക്റ്റ്, നമുക്ക് ശരിക്കും നല്ല കമ്പനിയായിരുന്നു. കുഞ്ഞുവാണെങ്കിലും ആദ്യമായിട്ട് അത്ര അടുത്ത് ഒരു പരിചയമില്ലാത്ത ഒരാളോട് അത്രയും അടുപ്പം, അതായത് അത്ര അടുപ്പം കുഞ്ഞു കാണിക്കുക എന്ന് വെച്ചാൽ തന്നെ അത് വലിയ കാര്യമാണ്. അപ്പോൾ കുഞ്ഞിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്.
ഓയ് ഗുഡ് നൈറ്റ്. അങ്ങനെ നേരം വെളുത്തിട്ടും കുഞ്ഞു അവനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഇരുന്നതൊക്കെ. പിന്നെ ഉടുപ്പിയിൽ നിന്ന് വേറെ ഒരു ഫാമിലി കയറിയിട്ടുണ്ടായിരുന്നു, മലയാളി ഫാമിലി. അവർ തിരുവനന്തപുരം. അവിടെ അവർ വലിയൊരു ഫാമിലി ആയിരുന്നു. ബ്രദേഴ്സ്, അവരുടെ വൈഫ്, അച്ഛൻ, അമ്മ, അങ്ങനെ ഒരുപാട് പേര്, പിന്നെ കുഞ്ഞുങ്ങൾ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരവിടെ മൂകാംബികയിൽ ഡാൻസ് പ്രോഗ്രാമിന് പോയിട്ട് വരുമായിരുന്നു. ഭയങ്കര കമ്പനിയായിരുന്നു. കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഇതാവുമല്ലോ. അങ്ങനെ ആ പയ്യൻ അവിടുത്തെ ആ ചേട്ടൻ്റെ മീൻസ് ആ ഫാമിലിയിലുള്ള ഏറ്റവും ഇളയ കുഞ്ഞാണ്. അപ്പോൾ അവൻ ഭയങ്കര കമ്പനിയായിരുന്നു. ലാസ്റ്റ് ഇവർ പിരിയാൻ നേരം ഇവർ കെട്ടിപ്പിടിച്ചിട്ട് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റേജിലോട്ട് എത്തി. ഇവരുടെ ആ ഒരൊറ്റ ദിവസത്തെ ബന്ധം രാവിലെ മുതൽ രാത്രിയിൽ ഒരു 8 മണി 9 മണി വരെ ഭയങ്കര കമ്പനിയായിരുന്നു. അങ്ങനെ ഭയങ്കര സ്നേഹമായിരുന്നു. കുഞ്ഞിലെ ആരെയില്ല കാണാതിരുന്നിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ കുഞ്ഞിനൊരു പ്രത്യേകതര സന്തോഷമായിരിക്കും. കുഞ്ഞങ്ങനെ അവരെ അങ്ങ് സ്നേഹിച്ച് കൊല്ലുമായിരുന്നു. അവരും അതുപോലെ തന്നെ കേട്ടോ. നല്ല നല്ല രസമായിരുന്നു. അവരൊക്കെ ഈ വീഡിയോ കാണുമോയെന്ന് അറിയത്തില്ല. കാണുവാണെങ്കിൽ സന്തോഷം. കുഞ്ഞവരെ എടുക്കുകയാണ് കേട്ടോ. അവൻ ആദ്യം പറഞ്ഞു അവന് ഭയങ്കര ശക്തിയാണ്. മോൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. മാധവ് എന്നല്ലേ കുഞ്ഞു? മാധവ് എന്നാണ് പേര്. അപ്പോൾ മാധവിനെ എടുക്കാൻ നോക്കുകയാണ് കുഞ്ഞോൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു, എനിക്ക് ശക്തിയുണ്ട്, നിനക്ക് എന്നെ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി തെളിയിക്കുകയാണ്. നല്ല രസമായിരുന്നു. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ അവർ വന്നപ്പം. കുഞ്ഞില്ലേ, കുഞ്ഞിനെക്കാട്ടി കുറച്ചുകൂടെ വളർന്ന പിള്ളേർ, അതായത് കുഞ്ഞിനിപ്പോൾ 4.5 വയസ്സാണെങ്കിൽ ഒരു 5 വയസ്സ് 6 വയസ്സ് ചിലപ്പോൾ 4 വയസ്സുള്ള പിള്ളേരെ തന്നെ കുഞ്ഞ് ചേട്ടാന്നൊക്കെ വിളിക്കും. പക്ഷേ വലിയ ആൺപിള്ളേരില്ലേ, അവരെ ഒന്നും ചേട്ടാന്നും അങ്ങനെയൊന്നും വിളിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് പറയുന്നത് നമ്മൾ വിളിക്കത്തില്ലല്ലോ അവരെ ചേട്ടാന്ന്. അപ്പം അവളുടെ വിചാരം അവളുടെ സെയിം ഇതായിട്ടുള്ള പിള്ളേരെ ചേട്ടാന്ന് വിളിക്കണം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിൻ്റെ ആ ഹരിതാഭയും പച്ചപ്പൊക്കെയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. കുറേ നാളിങ്ങനെ ഈ ഒരു കേരളമൊക്കെ മിസ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ വന്ന് പെട്ടെന്ന് കേരളത്തിലോട്ട് കയറുമ്പം ആ തെങ്ങൊക്കെ ഇങ്ങനെ കാണത്തില്ലേ, അപ്പം തന്നെ ആദ്യത്തെ ഫീല് വരും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫുള്ളൊരു ഗ്രീനറി കാണുമ്പോഴത്തേക്ക്, ഗ്രീൻ സീനറി കാണുമ്പോഴത്തേക്ക് വേറൊരു ഫീലാവും. ഇതെനിക്ക് തോന്നുന്നു ഇതേത് സ്ഥലമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് പാലക്കാട് പോണ വഴിയോ അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു. അതിനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ആക്ച്വലി. അവിടെ ആരും ഇരുന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ എന്തായാലും കേരളം തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. എനിക്കിങ്ങനെ വന്നു പോകും. ചിലപ്പോഴൊക്കെ ഈ സമയത്തൊക്കെ രാവിലെ ആയിരിക്കും ഇവിടെയൊക്കെ എത്തുന്നത്. അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത്. അതായത് ട്രെയിൻ വേറെ റൂട്ട് വഴി വന്നതാണോ അതോ ഞാനിത് കാണാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഈ സ്ഥലം. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് വീഡിയോ എടുത്തത്. നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു. കേരളം എത്തിയപ്പോൾ നമ്മളിവിടെ തണുപ്പിലിരുന്നിട്ട് തണുപ്പിന്ന് പെട്ടെന്ന് ചൂടിലോട്ട് ഇറങ്ങിയപ്പം ഭയങ്കര ചൂടായിരുന്നു. ചൂട് ഭയങ്കര ചൂട്. അതിൽ ആദ്യം ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തണുത്ത് വിറച്ചൊക്കെ ഇരുന്നിട്ട് പകുതി ആയപ്പോഴത്തേക്കും ഇല്ലേ പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ ഓരോന്നോരോന്ന് ഊരാൻ തുടങ്ങി. ഞാൻ പക്ഷേ ഇല്ലേ ഈ രാത്രി ഉറങ്ങി പുതച്ചിട്ടെല്ലാം കിടന്നിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിയർത്തിട്ട് എനിക്ക് ജാക്കറ്റ് ഊരാൻ പറ്റാത്ത സിറ്റുവേഷനായിപ്പോയി. കാരണം എനിക്ക് അത്രയും വിയർത്തിരിക്കുമായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പ്രേ പോലും കയ്യിലില്ലായിരുന്നു. ആ ജാക്കറ്റ് ഊരാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട്
കേരളത്തിലെ ചൂട് ഫുൾ ആ ഒരു ഒറ്റ ദിവസം ഞാൻ ജാക്കറ്റ് ഇട്ടുകൊണ്ട് തന്നെ ഇരുന്ന്. വീട്ടിൽ ചെന്ന് ഞാൻ കുളിക്കാൻ കയറിയപ്പോഴാണ് ആ ജാക്കറ്റ് ഊരി മാറ്റിയത്. ചേട്ടാ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, നിൻ്റെ ആ ഒരു തൊലിക്കട്ടി ഞാൻ സമ്മതിച്ചു, ഇത്രയും ചൂടത്ത് ആ ഒരു ജാക്കറ്റ് ഇട്ട് ഇരിക്കാനുള്ള ആ ഒരു മനസ്സ് കാണിച്ചില്ലേ എന്നും പറഞ്ഞു. പിന്നെ ഈ വ്യൂ ഇല്ലേ, ഇത് ഞാൻ ഇടയ്ക്ക് മിസ്സായിപ്പോയത്, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മിസ്സായിപ്പോയ വീഡിയോ ആണ്. ഇത് നമ്മുടെ ഗോവയ്ക്ക് തൊട്ട് മുമ്പുള്ള ആ ഒരു സ്ഥലമാണ്. എൻ്റെ കറക്റ്റ് സ്ഥലം പറയാൻ അറിയത്തില്ല, പക്ഷേ ഭയങ്കര ഭംഗിയാണ് കാണാൻ ഈ കുറച്ച് സ്ഥലങ്ങൾ. അത് ഞാൻ പ്രത്യേകം ഇങ്ങനെ വീഡിയോയിൽ ഇടാൻ വേണ്ടി മാത്രമായിട്ട് എടുത്തതാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും കാണുന്നതാണ്, പക്ഷേ ഇത് ഒരാളെങ്കിലും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇടുന്ന വീഡിയോ ആണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് എടുത്തിടുന്നത്. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം എടുത്ത് പറയാനാണെങ്കിൽ, അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിലെ ചാർജൊക്കെ തീർന്നു. ലാസ്റ്റ് അതിനകത്ത് കറണ്ട് കിട്ടാണ്ട് അതിൻ്റെ ഒരു പ്രശ്നം വന്നു. എൻ്റെ ഫോൺ 1% പോലും ചാർജ് ഇല്ലാണ്ട് സ്വിച്ച് ഓഫ് ആയിപ്പോയി ലാസ്റ്റ്. അതുകൊണ്ട് എനിക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ വിഷ്ണുവിൻ്റെ ഫോണിൽ ഫോട്ടോസോ വീഡിയോസോ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എടുക്കാൻ ഇപ്പോൾ ഒരു മാർഗ്ഗവും ഇല്ല, കാരണം ഫോൺ ഇവിടെ ഇല്ലെന്നല്ല, ആളും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് വരുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ടായിട്ട് ഞാൻ ഇട്ടേക്കാം. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഈ ട്രാവലിങ്ങിൻ്റെ ബാക്കി ഈ യാത്രയുടെ ഇടയ്ക്കുള്ളതുണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം. ഇത് നിങ്ങൾക്ക് കാഴ്ചയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ തന്നെയല്ലേ, അങ്ങനെയുള്ളവർ കണ്ടോ കേട്ടോ. കാഴ്ച കാണാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്. ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ രാത്രിയിൽ ഒരു 9:30 ആയി. മാമൻ്റെ മോനുമാണ് വിളിക്കാൻ വന്നത്. ഞങ്ങൾ പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഫസ്റ്റ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വണ്ടി കയറിയിട്ട് നേരെ പോയൊരു ചായ കുടിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോയത്. വീട്ടിൽ ചെന്നപ്പോൾ ഒന്നും ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത്രയും രാത്രിയായില്ലേ, അപ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ട് അവരെയൊക്കെ വിളിച്ചുണർത്തിയിട്ടാണ് ഞങ്ങൾ അകത്ത് പോയി കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എടുത്തേനെ, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പറ്റിയില്ല. സോറി ഗൈസ്, നെക്സ്റ്റ് ടൈം ഞാൻ ഈ ഒരു ഇത് പരിഹരിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ പോയി. എന്നിട്ട് പിറ്റേ ദിവസം പോയി മാല ഇട്ടു. അതായിരുന്നു പിന്നുള്ള കാര്യങ്ങൾ.